Dear students, നമ്മുടെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ പോയിന്റ് ആണ്, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രാഫാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ എക്സ് ആക്സിസിൽ നമ്മൾ കൊടുത്തേക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ഇതാണ്. വൈ ആക്സിസിൽ നമ്മൾ കൊടുത്തേക്കുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ആണ് കൊടുക്കുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും, ഇവിടെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ പോയിന്റ് 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇത്. ഈ ഗ്രാഫ് നമ്മൾ രണ്ട് ഇലക്ട്രോലൈറ്റിൽ കൊടുത്തേക്കാണ്. ഒന്നൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റും മറ്റേത് വീക്ക് ഇലക്ട്രോലൈറ്റും. ഈ രണ്ടെണ്ണത്തിലൂടെയാണ് നമ്മൾ വരയ്ക്കുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കണ്ടല്ലോ. അതുപോലെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് നമ്മൾ നോക്കിയാൽ അതിങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഈ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് ഇങ്ങോട്ടാണ് കോൺസെൻട്രേഷൻ കൂടുന്നത്, അപ്പൊ നേരെ തിരിച്ച് കോൺസെൻട്രേഷൻ കുറയുകയാണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഈ പോയിന്റിലുള്ള കോൺസെൻട്രേഷൻ നമുക്ക് ഇവിടെ കിട്ടും, ഈ പോയിന്റിലുള്ള കോൺസെൻട്രേഷൻ ഇവിടെ കിട്ടും. അപ്പൊ ശരിക്കും കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് കുറയുക. അപ്പൊ കോൺസെൻട്രേഷൻ കുറഞ്ഞപ്പോൾ നോക്കി മോളാർ കണ്ടക്ടൻസിന്റെ വാല്യൂ കൂടുതലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് രണ്ടിനും ഇത് ബാധകമാണ്. ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് മോളാർ കണ്ടക്ടൻസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. അപ്പം വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ എന്നുള്ളതിന്റെ കേസിൽ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, മോളാർ കണ്ടക്ടൻസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. പക്ഷെ നമ്മളവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ സ്ട്രോങ്ങിന്റെയും വീക്കിന്റെയും ആ ഇൻക്രീസ് ഒരുപോലെയല്ല, കാരണം രണ്ടിന്റെ ഗ്രാഫ് ഡിഫറെന്റ് ആണ്. സ്ട്രോങ്ങിന്റെ കേസിൽ നമ്മൾ നോക്കിയാൽ ആ ഇൻക്രീസിന്റെ പ്രത്യേകതകൾ ഇതാണ്. ഒന്ന്, അതൊരു സ്ലോ ഇൻക്രീസ് ആണ്, പതിയെ ഇൻക്രീസ് ചെയ്ത് പോകുന്നുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത, അതൊരു റെഗുലർ ഇൻക്രീസ് ആണ്, സ്ഥിരമായിട്ട് അല്പം വീതം കൂടി 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 ഇങ്ങനെ പോരുകയാണ് ചെയ്യുന്നത്. അപ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിനും ഈ പറയുന്ന കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മോളാർ കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ്ങിന്റെ ഇൻക്രീസിന്റെ നേച്ചർ എന്ന് പറയുന്നത് സ്ലോ ആണ്, റെഗുലർ ആണ്. എന്നാൽ വീക്കിന്റെ കേസിൽ അങ്ങനെയല്ല. വീക്കിന്റെ നമുക്ക് നോക്കാം. ഇതാണല്ലോ വീക്കിന്റെ ഇൻക്രീസ് സ്ലോ ഇൻക്രീസ് അല്ല. ഇവിടെ വരുമ്പോൾ അത് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും, ചെറുതായിട്ടല്ല ഇൻക്രീസ് ചെയ്ത് ഈ ഭാഗത്ത് ഭയങ്കരമായ ഇൻക്രീസ് ആണ് ഉണ്ടായത്. അപ്പൊ അത് സ്ലോ അല്ല, അതൊരു സഡൻ ഇൻക്രീസ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, അത് റെഗുലർ അല്ല. ഇവിടെ നമുക്ക് അങ്ങനെ കാര്യമായ ഇൻക്രീസ് ഈ ഭാഗത്ത് കാണുന്നില്ലെങ്കിൽ ഇവിടെ ഒരു നല്ല ഇൻക്രീസ് ഉണ്ടായി, ഈ ഭാഗത്ത് വീണ്ടും ഒരു നല്ല ഇൻക്രീസ് ഉണ്ടായി. അപ്പൊ അതൊരു ഇറഗുലർ ഇൻക്രീസ് ആണ്. ഈ രണ്ട് പോയിന്റ് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ആയിരിക്കും, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടൻസ് വിത്ത് കോൺസെൻട്രേഷൻ. When the concentration is decreased, molar conductance increases for both strong and weak electrolyte. For the strong electrolyte, there is a slow, regular increase. But for the weak electrolyte, there is a sudden, irregular increase. ഇതാണ് നമുക്ക് ഈ പോയിന്റിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ കിട്ടാറുണ്ട്, അതിതാണ് ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. അതായത് സ്ലോ ആൻഡ് റെഗുലർ ഇൻക്രീസ് ആണ്, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ വീണ്ടും കുറച്ചാൽ, നമുക്ക് ഇവിടെ വരെയുള്ള കോൺസെൻട്രേഷന്റെ ഗ്രാഫിൽ നമ്മൾ വരച്ചിട്ടുള്ളൂ, കോൺസെൻട്രേഷൻ വീണ്ടും കുറച്ചാൽ ഇത് ഇതുപോലെ തന്നെ പോരും. അപ്പൊ ഈ ഗ്രാഫിനൊരു സ്ലോപ്പ് ഉണ്ട്. ആ സ്ലോപ്പ് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ ഗ്രാഫിനെ പുറകോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ ഇത് പോകുന്നതായിട്ട് എഴുതാം. അപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ച് ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫിന്റെ നേച്ചർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രാഫിനെ നേരെ പുറകോട്ട് നീട്ടിയാൽ വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ അത് ഇവിടെ എത്തി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കി,
ലാംഡ എമ്മിന്റെ വാല്യൂ 0 ആണ്. നമ്മൾ നേരത്തെ കണ്ടു കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ച് ലാംഡ എമ്മിന്റെ വാല്യൂ കൂടും. അങ്ങനെയാണെങ്കിൽ ലാംഡ എമ്മിന്റെ വാല്യൂ കൂടിയാൽ ഏറ്റവും പോസിബിൾ ആകുന്ന മാക്സിമം വാല്യൂ ലാംഡ എമ്മിന് കിട്ടുന്നത് 0 കോൺസെൻട്രേഷൻ ആകുമ്പോഴാണ്. അതാണിത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ലാംഡ 0 എം എന്ന് പറയും. ലാംഡ എമ്മിന്റെ മീനിങ് നമുക്കറിയാം, മോളാർ കണ്ടക്ടൻസ്. 0 എന്ന് കാണിക്കുന്നത് ഈ പോയിന്റ് 0 കോൺസെൻട്രേഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് 0 എന്ന് എഴുതുന്നത്. ഇനി നമ്മൾ അതിനെ വേറെ ഒരു രീതിയിലും കൂടെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതിങ്ങനെയാണ്, ലാംഡ ഇൻഫിനിറ്റി എം എന്നും നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആണ്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ 0 ആയപ്പോഴുള്ള ലാംഡ എമ്മിന്റെ വാല്യൂവിനെയാണ് നമ്മൾ ലാംഡ 0 എന്നെന്നോ ലാംഡ ഇൻഫിനിറ്റി എം എന്നോ റെപ്രസെന്റ് ചെയ്യുന്നത്. 0 ഡയറക്ട്ലി 0 കോൺസെൻട്രേഷൻ എന്നുള്ള ഐഡിയ തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ ഇൻഫിനിറ്റി എന്നുള്ളതിന്റെ മീനിങ് ഇതാണ്, ഈ കോൺസെൻട്രേഷൻ 0 ആകണമെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് 0 വെക്കാം. ഒന്നിൽ എന്നിന്റെ വാല്യൂ 0 ആയാൽ മതി, നമ്പർ ഓഫ് മോൾസ് 0 ആയാൽ മതി. അത് സാധിക്കത്തില്ല, കാരണം നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് എടുത്ത് ഡിസോൾവ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഒരിക്കലും 0 ആവില്ല. രണ്ടാമത്തെ പോസിബിലിറ്റി വോളിയം 0 ആവുക, വോളിയം ഇൻഫിനിറ്റി ആവുക. 0 ആവുക എന്നല്ല, ഇൻഫിനിറ്റി ആവുക. വോളിയം ഇൻഫിനിറ്റി ആയാൽ കോൺസെൻട്രേഷൻ 0 ആകും. അപ്പൊ ഈ ഇൻഫിനിറ്റി എന്ന് കാണിക്കുന്നത് വോളിയം ഇൻഫിനിറ്റി ആണ് എന്നുള്ളതാണ് ഈ ഇൻഫിനിറ്റി കാണിക്കുന്നത്. വോളിയം ഇൻഫിനിറ്റി ആയ കോൺസെൻട്രേഷൻ 0 ആകും. അപ്പൊ ഇവിടെ ഡയറക്ട്ലി ലാംഡ 0 എം എന്ന് എഴുതുമ്പം കോൺസെൻട്രേഷൻ 0 ആണ് എന്നുള്ള ഡയറക്റ്റ് ഐഡിയയും, എന്നാൽ അതേ കോൺസെൻട്രേഷൻ 0 ആവാൻ വോളിയം ഇൻഫിനിറ്റി ആയാൽ മതി എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. മോളാർ കണ്ടക്ടൻസ് അറ്റ് 0 കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ, ലാംഡ 0 എം ഓർ ലാംഡ ഇൻഫിനിറ്റി എം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഈ ഗ്രാഫ് നമുക്ക് പുറകോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഈ ലാംഡ 0 എമ്മിന്റെയോ അല്ലെങ്കിൽ ലാംഡ ഇൻഫിനിറ്റി എമ്മിന്റെയോ വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നാൽ വീക്കിന്റെ കേസിൽ ഗ്രാഫിനെ നമ്മൾ ഇതുപോലെ പുറകോട്ട് നീട്ടാൻ പറ്റുകയില്ല. അതിന് കാരണം എന്താണ്, ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഇൻക്രീസിന് ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞായിരുന്നു, അതൊരു ഇറഗുലർ ഇൻക്രീസ് ആണ്. അതായത് ഇതിന്റെ ചേഞ്ച് ഇൻക്രീസ് എങ്ങനെയാണ് നമുക്കറിയില്ല. ഇപ്പോഴത്തെ ഒരു ചെറിയ ഇൻക്രീസ് ഇവിടെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തു, അതല്ല ആ രീതിയിലുള്ള ഇൻക്രീസ് അല്ല ഇവിടെ വരുന്നത്. അപ്പൊ ഇനിയും നമ്മൾ കോൺസെൻട്രേഷൻ കുറച്ചാൽ ഇതിന്റെ ഇൻക്രീസ് എങ്ങനെ ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ നമുക്കൊരു റെഗുലർ ഇൻക്രീസ് ആയതുകൊണ്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ പുറകോട്ട് നീട്ടി. പക്ഷെ ഇവിടുത്തെ ഇൻക്രീസ് ഇറഗുലർ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നേരത്തെ കണ്ടപോലെ പുറകോട്ട് നീട്ടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0 എമ്മിന്റെ വാല്യൂ തൽക്കാലം കണ്ടുപിടിക്കാൻ ഒരു മാർഗമില്ല എന്ന് നമുക്ക് പറയാം. എന്നാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0 എമ്മിന്റെ വാല്യൂ നമുക്ക് ഈ ലാംഡ എം വേഴ്സസ് കോൺസെൻട്രേഷൻ ഗ്രാഫിന്റെ കേസിൽ ആ ഗ്രാഫിനെ പുറകോട്ട് നീട്ടിയാൽ മതി നമുക്ക് ലാംഡ 0 എം വാല്യൂ കിട്ടും. വീക്കിന് അങ്ങനെ കിട്ടാനുള്ള മാർഗം ഇല്ല. അത് കിട്ടുന്ന മാർഗം നമുക്ക് അല്പം കഴിയുമ്പോൾ നമുക്ക് പഠിക്കാം. ഇനി ഈ ഗ്രാഫിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷന്റെ പേരാണിത് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. അതിന്റെ ഇക്വേഷൻ ഇതാണ്, ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ 0 എം മൈനസ് ബി ഇൻറ്റു റൂട്ട് സി. ഈ ടേംസിൽ നമുക്ക് ബി ഒഴികെ ബാക്കി എല്ലാം പരിചയമുള്ളതാണ്. ലാംഡ എം മോളാർ കണ്ടക്ടൻസ്, ലാംഡ 0 എം മോളാർ കണ്ടക്ടൻസ് അറ്റ് 0 കോൺസെൻട്രേഷൻ. ഇതിന് പകരം വേണമെങ്കിൽ ലാംഡ ഇൻഫിനിറ്റി എം എന്ന് വേണമെങ്കിലും കൊടുക്കാം. ബി എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്. റൂട്ട് സി കോൺസെൻട്രേഷന്റെ റൂട്ട് ആണ്. ഇതാണ് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടൻസ് വിത്ത് കോൺസെൻട്രേഷൻ എന്നുള്ളതും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗ്രാഫ്. നമ്മൾ കഴിഞ്ഞ പോയിന്റ് പഠിച്ചതായിരുന്നു മോളാർ കണ്ടക്ടൻസ് വേരിയേഷൻ വിത്ത് കോൺസെൻട്രേഷൻ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0 എമ്മിന്റെ വാല്യൂ ഗ്രാഫിന്റെ അകത്തുനിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0 എമ്മിന്റെ വാല്യൂ ഗ്രാഫിന്റെ അകത്തുനിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, വീക്കിന് കിട്ടത്തില്ല. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0 എമ്മിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കോളറാഷസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ലോ എന്ന് പറയുകയാണ്, അല്പം ബുദ്ധിമുട്ടുള്ള ലോയാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.
at infinite dilution, the contribution towards the total molar conductance of each ion is definite and it is independent of the contribution of other ion. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ ഓരോ ഇലക്ട്രോലൈറ്റിൻ്റെയും കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും കോൺട്രിബ്യൂഷൻ ഒരു പ്രത്യേക വാല്യൂ ആയിരിക്കും. അത് അതിൻ്റെ കൂടെയുള്ള മറ്റേ അയോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഈ സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും നോക്കി, അതിൻ്റെ അകത്ത് ആനയോൺ ഉണ്ട്, സെയിം ക്ലോറൈഡ് അയോൺ. അപ്പം ഈ സോഡിയം അയോണിന്റെ കോൺട്രിബ്യൂഷൻ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ നമുക്ക് ക്ലോറൈഡ് അയോൺ എടുക്കാം. ക്ലോറൈഡ് അയോണിന്റെ കോൺസെൻട്രേഷൻ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ ഒരു 150 ആണെന്ന് കരുതുക. ലാംഡ 0 m of Cl minus ion equal to 150. അപ്പൊ ഈ വാല്യൂ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ആണെങ്കിൽ ഈ സോഡിയം ക്ലോറൈഡിന്റെ അകത്തുള്ള ക്ലോറൈഡ് അയോണിന്റെ വാല്യൂ 150 ആയിരിക്കും. പൊട്ടാസ്യം ക്ലോറൈഡിന്റെ അകത്തുള്ള ക്ലോറൈഡ് അയോണിന്റെ വാല്യൂ 150 ആയിരിക്കും. HCl അകത്തും അതേ ക്ലോറൈഡ് അയോൺ ഉണ്ട്, അതിന്റെയും വാല്യൂ 150 ആയിരിക്കും. ആ വാല്യൂ ഈ ക്ലോറൈഡ് അയോണിന്റെ കൂടെയുള്ള മറ്റേ അയോണിനെ, സോഡിയം ക്ലോറൈഡിന്റെ അകത്ത് സോഡിയം അയോണാണ്, പൊട്ടാസ്യം ക്ലോറൈഡിന്റെ അകത്ത് പൊട്ടാസ്യം അയോണാണ്, HCl അകത്ത് H+ അയോണാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതാണ് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചേട്ടെ. At infinite dilution, each ion makes a definite contribution towards the total molar conductance, irrespective of the nature of other ion with which it is combined. ഓരോ അയോണും ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ കൂടെയുള്ള മറ്റേ അയോണിന്റെ കോൺട്രിബ്യൂഷൻ മറ്റേ അയോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നതാണ് കോളറാഷ്യസ്. ഒന്നുകൂടെ പറയുകയാണ്. At infinite dilution, each ion makes a definite contribution towards the total molar conductance, irrespective of the nature of other ion with which it is combined. ഇനി ഇത്രയൊന്നും നമുക്ക് വേണമെന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് തന്നെ പറയാൻ പറ്റും. കോളറാഷ്യസ് ലോയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് വേറെ. ഈ കിടക്കുന്ന ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ തന്നെ നോക്കി, സോഡിയം ക്ലോറൈഡിന്റെ ലാംഡ 0m വാല്യൂ എന്ന് പറയുന്നത് സോഡിയം അയോണിന്റെയും ക്ലോറൈഡ് അയോണിന്റെയും സമ്മാണ്. പൊട്ടാസ്യം ക്ലോറൈഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് പൊട്ടാസ്യം അയോണിന്റെയും ക്ലോറൈഡ് അയോണിന്റെയും സമ്മാണ്. അതായത് ഈ എടുത്തേക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണോ ആ ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0m വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ അയോൺസിന്റെ സമ്മായിട്ട് നമുക്ക് എടുക്കാം. ഇത് നോക്കി, HCl അയോൺസ് H+ അയോണും Cl- അയോണും അല്ലേ, അതിന്റെ സമ്മായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സോഡിയം അസറ്റേറ്റ്, സോഡിയം അയോൺ അതിലെ കാറ്റയോൺ, അസറ്റേറ്റ് അയോൺ അതിലെ ആനയോൺ, അതിന്റെ സമ്മായിട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒരെണ്ണം എഴുതി നോക്കാം. ലാംഡ 0m of മഗ്നീഷ്യം ക്ലോറൈഡ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ അതിന്റെ കാറ്റയോൺ മഗ്നീഷ്യം അയോൺ. ലാംഡ 0m of Mg2+, പ്ലസ് ഇനിയുള്ളത് ആനയോണാണ്, അത് ക്ലോറൈഡ് അയോണാണ്. ലാംഡ 0m of Cl- അയോൺ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നോക്കി, ഈ മഗ്നീഷ്യം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അത് 2 ക്ലോറൈഡ് അയോണിനെ തരും. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു ക്ലോറൈഡ് അയോണിന്റെ കോൺട്രിബ്യൂഷൻ അല്ലേ വന്നിട്ടുള്ളൂ, രണ്ടാമത്തെ ക്ലോറൈഡ് അയോണിന്റെ കോൺട്രിബ്യൂഷൻ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് അത് വരാൻ വേണ്ടി 2 × ലാംഡ 0m of Cl- എഴുതിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കാര്യം ഇവിടെ നോക്കാം. ലാംഡ 0m of AlCl3 കാറ്റയോൺ അലൂമിനിയം അയോൺ ആണ്. അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷൻ പ്ലസ് 3 × ലാംഡ 0m of Cl-. അപ്പൊ ഇതൊക്കെ ഒരു കാറ്റയോണും ഒരു ആനയോണും ഉള്ള കേസായിരുന്നു. അതിന്റെ കേസിൽ നമുക്ക് കാറ്റയോണിന്റെ ആനയോണിന്റെ സമ്മം എഴുതി. ഇവിടെ 2 ആനയോൺ ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പൊ എത്ര അയോൺസ് ഉണ്ടോ അതിന്റെ ഇൻറ്റു ആ നമ്പർ എടുത്താൽ മതി. ഇവിടെ 2, ഇവിടെ 3, ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് ഈ കോളറാഷ്യസ് ലോയുടെ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കോളറാഷ്യസ് ലോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. മോളാർ കണ്ടക്ടൻസ് ഇസ് ദ സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടൻസ്. നോക്കിയേ, അയോൺസിന്റെ
മോളാർ കണ്ടക്ടൻസിന്റെ സമ്മായിട്ടല്ലേ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം ഈ റൈറ്റ് സൈഡ്, ഈ ഇക്വേഷന്റെ എല്ലാം റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ആ ഇലക്ട്രോലൈറ്റിന്റെ അയോൺസ് ഏതാണോ ആ അയോൺസിന്റെ മോളാർ കണ്ടക്ടൻസിന്റെ സമ്മായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കൊളറാഷസ് ലോയ്ക്ക് ഇങ്ങനെയൊരു ഡെഫിനിഷൻ കൊടുക്കാം. ഇറ്റ് ഈസ് ദ സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടൻസ്. നേരത്തെ പറഞ്ഞത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഡെഫിനിഷനാണ്. അത് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെയും പറയാം. അപ്പോൾ രണ്ട് ഡെഫിനിഷൻസ് ഞാൻ ഒന്നുകൂടെ പറയുകയാണെ. ആദ്യത്തെ ഡെഫിനിഷൻ, at infinite dilution each ion makes a definite contribution towards the total molar conductance irrespective of the nature of other ion with which it is combined. എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ ഓരോ അയോണും ഒരു കൃത്യം കോൺട്രിബ്യൂഷൻ ടോട്ടൽ മോളാർ കണ്ടക്ടൻസിന് കൊടുക്കും. അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്നുള്ളത് അതിന്റെ കൂടെയുള്ള മറ്റേ അയോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ, at infinite dilution the total molar conductance is the sum of molar ionic conductance. Total molar conductance എന്ന് പറയുന്നത് അയോണിക് കണ്ടക്ടൻസിന്റെ സം ആണ്. അപ്പൊ ഇതാണ് കൊളറാഷസ് ലോയുടെ ഡെഫിനിഷനും അതിന്റെ ഒരു എക്സ്പ്ലനേഷനും. ഈ കൊളറാഷസ് ലോയ്ക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ നേരത്തെ ആ ആപ്ലിക്കേഷൻ പറഞ്ഞു. അതായത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ സീറോയിമിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ വീക്ക് ഇലക്ട്രോലൈറ്റിനെ ഒന്ന് നോക്കാം. അസറ്റിക് ആസിഡ്, ഞാൻ അതിവിടെ ചെയ്യുന്നത് ഇങ്ങോട്ട് നോക്കുക. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഇതാണ് അസറ്റിക് ആസിഡ്, CH3COOH. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ ഈ കൊളറാഷസ് ലോ അനുസരിച്ച് ഇതിന്റെ ലാംഡ സീറോയും വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ അസറ്റിക് ആസിഡിന്റെ അകത്തുള്ള അയോൺസ് ഏതാണോ ആ അയോൺസിന്റെ മോളാർ കണ്ടക്ടൻസിന്റെ സമ്മായിട്ട് എഴുതാം. ഇതിലെ കാറ്റയോൺ H+ അയോൺ ഇല്ലേ. അപ്പൊ ലാംഡ സീറോ എം ഓഫ് H+ പ്ലസ് അടുത്ത അനയോൺ അസറ്റേറ്റ് അയോൺ CH3COO-. സോ ലാംഡ സീറോ എം ഓഫ് CH3COO-. ഇനി ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഓരോ അയോണിന്റെ കോൺട്രിബ്യൂഷൻ കൃത്യമാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ H+ അയോണിന്റെ ഈ അസറ്റിക് ആസിഡിന്റെ അകത്തുള്ള H+ അയോണിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അത് തന്നെയല്ലേ ഇതിന്റെയും വാല്യൂ. അങ്ങനെയാണ് ലോ പറയുന്നത്. at infinite dilution each ion makes a definite contribution. അപ്പൊ H+ അയോണിന്റെ കോൺട്രിബ്യൂഷൻ ഇവിടെയുള്ളതും ഒന്ന് തന്നെയാണ്. ഇനി അസറ്റേറ്റ് അയോണിന്റെ കോൺട്രിബ്യൂഷൻ ഈ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിന്റെ അകത്തുള്ളതും ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ അകത്തുള്ള സോഡിയം അസറ്റേറ്റിന്റെ അകത്തെ കോൺട്രിബ്യൂഷനും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഈ HCl-ന്റെ അകത്ത് ഈ H+ന്റെ കോൺട്രിബ്യൂഷനും സോഡിയം അസറ്റേറ്റിന്റെ അകത്ത് ഇതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇതിന്റെ കിട്ടില്ലേ. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻ ഇവിടെ ഞാൻ എന്തിനാണ് ശ്രദ്ധിച്ചു കണ്ടോണം. നമ്മൾ ഇത് എഴുതുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ഏത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ടോട്ടൽ മോളാർ കണ്ടക്ടൻസ് സം ഓഫ് അയോണിക് കണ്ടക്ടൻസ് ആയിട്ട് എഴുതുക. എന്നിട്ട് ഈ ഓരോ അയോണും വരുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പൊ H+ വരുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് HCl എടുക്കാം. അതുകൂടാതെ പ്ലസ് അസറ്റേറ്റ് അയോൺ വരുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് സോഡിയം അസറ്റേറ്റ് എടുക്കാം. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്. ഈ ലാംഡ സീറോ എം ഓഫ് അസറ്റിക് ആസിഡ് ഈക്വൽ ടു H+ അയോൺ കിട്ടാൻ വേണ്ടി ഞാൻ HCl എടുക്കുന്നു. ലാംഡ സീറോ എം ഓഫ് HCl പ്ലസ് ഈ അസറ്റേറ്റ് അയോൺ കിട്ടാൻ വേണ്ടി ഞാൻ സോഡിയം അസറ്റേറ്റ് എടുക്കുന്നു. ലാംഡ സീറോ എം ഓഫ് CH3COO. അപ്പൊ അത് തീരുന്നില്ല, അതങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അതിന്റെ ബാക്കിയിലേക്ക് വരാം. അപ്പൊ ഞാൻ ഇവിടെ വീണ്ടും ഒന്നുകൂടെ ഇതങ്ങ് ഈ കിടക്കുന്ന സ്ഥാനത്ത് ഇവിടെ നോക്കിയിട്ട് അങ്ങോട്ട് എഴുതുകയാണ്. ലാംഡ സീറോ എം ഓഫ് HCl എന്ന് പറയുന്നത് ഇതല്ലായിരുന്നോ. ലാംഡ സീറോ എം ഓഫ് H+ പ്ലസ് ലാംഡ സീറോ എം ഓഫ് Cl മൈനസ് പ്ലസ്. ഇനി നമുക്ക് ഈ സോഡിയം അസറ്റേറ്റിന്റെ എഴുതാം. അത് ഇവിടുന്ന് കിട്ടും. ഇതാണ് ലാംഡ സീറോ എം ഓഫ് sodium ion plus lambda 0 m of acetate ion. ഇത് ഞാൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇട്ട് വെക്കുക.
അത് നോക്കിയാൽ അസറ്റിക് ആസിഡ് കിട്ടേണ്ടതിൻ്റെ അകത്ത് എച്ച് പ്ലസ് അയോൺ ഇവിടുന്ന് നമുക്ക് കിട്ടി, പ്ലസ് ഇവിടെ ഉണ്ട് സൈൻ. അസറ്റേറ്റ് അയോൺ ഇവിടുന്ന് കിട്ടിയില്ലേ? അപ്പൊ നോക്കി ഈ രണ്ടെണ്ണം നമുക്ക് ആവശ്യമില്ലാത്ത സാധനമല്ലേ. ഇതിനൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, സോഡിയം അയോണിന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, Cl മൈനസ് അയോണിന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ ഈ രണ്ടെണ്ണം അങ്ങ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മിച്ചം കിടക്കുന്നത് പിന്നെ എച്ച് പ്ലസും അസറ്റേറ്റ് അയോണും അല്ലേ. അപ്പൊ ഈ രണ്ടെണ്ണം നമ്മൾ മാറ്റണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് മാറ്റി ഞാൻ ഇവിടെ മൈനസ് സൈൻ ഇട്ടു, ആ മൈനസ് സൈൻ ഞാൻ ഇവിടെ ഇട്ടു. ഈ സോഡിയം അയോണിന്റെയും ക്ലോറൈഡ് അയോണിന്റെയും അല്ലേ വേണ്ടത്. അപ്പൊ സോഡിയം അയോണിന്റെയും ക്ലോറൈഡ് അയോണിന്റെയും അതിന് പകരം നമുക്ക് λ0m ഓഫ് NaCl എഴുതാം. അതിവിടെ എഴുതി മൈനസ് ഈ λ0m ഓഫ് NaCl ഇങ്ങനെയല്ലേ വരുന്നത്, λ0m ഓഫ് Na പ്ലസ് പ്ലസ് λ0m ഓഫ് Cl മൈനസ്. അത് ഞാൻ ബ്രാക്കറ്റിനകത്ത് ഇട്ടു. ഇങ്ങനെ നോക്കിക്കേ, ഈ Cl മൈനസ് അയോൺ പ്ലസ് λ0m ഓഫ് Cl മൈനസ് അയോൺ അതും ഇതും ക്യാൻസൽ ചെയ്യും. ഇത് എക്സ്പാൻഡ് ചെയ്ത് ബ്രാക്കറ്റിന്റെ അകത്തുള്ള മൈനസ് ആവും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. ഈ Na പ്ലസ് അയോണും ഈ Na പ്ലസ് അയോണും ക്യാൻസൽ ചെയ്ത് പോകും. പോയിട്ട് മിച്ചം എന്താണെന്ന് നോക്കി, λ0m ഓഫ് H പ്ലസ് പ്ലസ് ഇത് പോയി ഇത് പോയി ഇത് കണ്ടണ്ട λ0m ഓഫ് അസറ്റേറ്റ് അയോൺ ഇതും പോയല്ലോ. അപ്പൊ ഇത് രണ്ടും മിച്ചം കിടക്കുള്ളൂ. ഇത് രണ്ടും എന്താന്ന് നോക്കി, ഇവിടെ കാണാം എച്ച് പ്ലസിന്റെയും അസറ്റേറ്റ് അയോണിന്റെ സം എന്ന് പറയുന്നത് λ0m ഓഫ് അസറ്റിക് ആസിഡ് ആണ്. ഈ അസറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ λ0mന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗ്രാഫിന്റെ അകത്തുനിന്ന്. പക്ഷേ കൊളറാഷസ് ലോ അപ്ലൈ ചെയ്താൽ നമുക്കത് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഏതൊരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും λ0m വാല്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വേണം. അതിന്റെ പ്രത്യേകത ഒന്ന്, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഈ കാറ്റയോണുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് HCl, അടുത്ത സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഈ ആനിയോണുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് സോഡിയം അസറ്റേറ്റ്. ഇനി നമ്മൾ മൂന്നാമത്തെ ഇതിനകത്ത് മൈനസ് ചെയ്യണം. അത് എളുപ്പമാണ്. ഇതിന്റെ അകത്ത് സോഡിയം വേണ്ടാത്തതാണ്, അപ്പൊ ആ സോഡിയവും ഇതിനകത്ത് Cl വേണ്ടാത്തതാണ്, അതിനെയും കൂടെ മൈനസ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ഓർത്തില്ലേലും കുഴപ്പമില്ല, ഈ ഒരു സാധനമാണ് ഓർക്കേണ്ടത്. ഒന്ന് നോക്കി, λ0m ഓഫ് അസറ്റിക് ആസിഡ് ഈസ് ഈക്വൽ ടു λ0m ഓഫ് HCl. HCl Hന് വേണ്ടിയുള്ളതാണ്. λ0m ഓഫ് സോഡിയം അസറ്റേറ്റ്. സോഡിയം അസറ്റേറ്റ് എടുത്തേക്കുന്നത് അസറ്റേറ്റ് അയോണിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ സോഡിയവും ക്ലോറിനും എക്സ്ട്രാ ആണ്, അതിനെ കളയാൻ വേണ്ടി മൈനസ് λ0m ഓഫ് NaCl എടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ അതേ λ0m ഓഫ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചോടെ, λ0m ഓഫ് അസറ്റിക് ആസിഡ് ഈക്വൽ ടു Hന് വേണ്ടി ഇപ്രാവശ്യം ഞാൻ HCl എടുക്കുന്നില്ല, ഹൈഡ്രജൻ അയോൺ കിട്ടുന്ന ഏതെങ്കിലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് മതി. അതിന് ഞാൻ HNO3 എടുക്കുകയാണ് പ്ലസ്. അപ്പൊ H കിട്ടി. ഇനി വേണ്ടത് അസറ്റേറ്റ് അയോൺ അല്ലേ, അതിന് നമ്മൾ നേരത്തെ എടുത്ത സോഡിയം അസറ്റേറ്റ് ആയി. ഇപ്രാവശ്യം ഞാൻ അത് എടുക്കുന്നില്ല, അങ്ങനെ ഞാൻ പൊട്ടാസ്യം അസറ്റേറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് അസറ്റേറ്റ് അയോൺ കിട്ടി. പക്ഷെ ഇപ്പൊ നമുക്ക് വേണ്ടാത്ത അയോൺസ് ഈ ക്ലോറൈഡ് അയോണും സോഡിയം അയോണും അല്ല, പകരം വേണ്ടാത്ത അയോൺ നൈട്രേറ്റ് അയോണും പൊട്ടാസ്യം അയോണുമാണ്. അപ്പൊ നമ്മൾ മൈനസ് ചെയ്ത് ഇപ്രാവശ്യം കളയേണ്ടത് λ0m ഓഫ് KNO3 ആണ് മൈനസ് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഇലക്ട്രോലൈറ്റ് കൊടുക്കുക. ഒരു കാര്യമുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്, ഇത് സ്ട്രോങ് ആയിരിക്കണം, ഈ എടുക്കുന്ന സാധനം സ്ട്രോങ് ആയിരിക്കണം. അത് രണ്ടെണ്ണം ആഡ് ചെയ്യണം. ആഡ് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. ഹൈഡ്രജൻ കിട്ടാൻ വേണ്ടി HCl, HNO3, H2SO4 അങ്ങനെ ഏതെങ്കിലും എടുക്കുക. പ്ലസ് അസറ്റേറ്റ് കിട്ടാൻ വേണ്ടി പൊട്ടാസ്യം അസറ്റേറ്റ്, സോഡിയം അസറ്റേറ്റ്, കാൽഷ്യം അസറ്റേറ്റ്, മഗ്നീഷ്യം അസറ്റേറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കുക. മൈനസ് ഈ H ഉള്ള സാധനത്തിന്റെ കൂടെയുള്ള ആനിയോൺ, ഇതിന്റെ കൂടെയുള്ള കാറ്റോൺ, അവരെ തമ്മിൽ മൈനസ് ചെയ്യുക. നമുക്ക് ഒരെണ്ണം കൂടെ ഇവിടെ ഒന്ന് എഴുതാം. വേറെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇതിന്റെ കൊളറാഷസ് ലോയ്ക്കകത്ത് നമുക്ക് ഇതിന്റെ λ0m കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ 3
ഇലക്ട്രോലൈറ്റ് എടുക്കണം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇതിൽ ഒരെണ്ണം അമോണിയം അയോണിനെ തരുന്നതായിരിക്കണം. അപ്പൊ നമുക്ക് ആ ഇലക്ട്രോലൈറ്റ് ആയിട്ട് λ0 അമോണിയം ക്ലോറൈഡ്, അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ അമോണിയം അയോൺ ഇവിടെ വരേണ്ട സാധനം കിട്ടി. പ്ലസ് ഇനി വേണ്ടത് OH- അയോണാണ്. അത് കിട്ടാനായിട്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുക്കുന്നത് λ0 KOH എടുക്കാം. അപ്പൊ ഇവിടെ വേണ്ട രണ്ട് സാധനങ്ങൾ കിട്ടി. അമോണിയം അയോൺ, അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ അകത്ത് നിന്ന് കിട്ടി. OH- അയോൺ KOH എന്ന് പറയുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ അകത്ത് നിന്ന് കിട്ടി. അപ്പൊ രണ്ടെണ്ണം എക്സസ് ആയിട്ടുണ്ട്. പൊട്ടാസ്യവും ക്ലോറിനുമാണ്. അപ്പൊ നമുക്ക് അതിനെ മൈനസ് ചെയ്ത് കളയണം. λ0 KCl. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അമോണിയം ക്ലോറൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ക്ലോറൈഡും വേണമെന്നില്ല. നമുക്ക് അതിന് പകരം വേണമെങ്കിൽ അമോണിയം നൈട്രേറ്റ് എടുക്കാം. λ0 അമോണിയം നൈട്രേറ്റ് പ്ലസ്. അപ്പൊ അമോണിയം അയോൺ കിട്ടി. ഇനി OH കിട്ടണം. അത് നമുക്ക് λ0 NaOH എടുക്കാം. OH കിട്ടി. അപ്പൊ വേണ്ടാത്ത രണ്ടുപേര് സോഡിയവും നൈട്രേറ്റും അല്ലേ, അതിനെ നമ്മൾ മൈനസ് ചെയ്യണം. λ0 NaNO3. അപ്പൊ ഇതാണ്. ഇങ്ങനെ നമുക്ക് കോളറാഷസ് ലോ അപ്ലൈ ചെയ്ത് ഏത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും λ0 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രോങ്ങിന്റെ ഇങ്ങനെയുള്ള മെത്തേഡ് അല്ല, അത് നമുക്ക് ഗ്രാഫിന്റെ അകത്ത് തന്നെ ഗ്രാഫ് പുറകോട്ട് നീട്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ വീക്കിന്റെ കോളറാഷസ് ലോ അപ്ലൈ ചെയ്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വേണം. 2 ആഡ് ചെയ്യണം, 3ാമത്തെ മൈനസ് ചെയ്യണം. അത് എളുപ്പം ഇതാണ്. ഇതിനകത്തുള്ള അയോൺസ് ഏതാണോ അതിന്റെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. അതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്ന അയോൺസിനെ ഉള്ള ഇലക്ട്രോലൈറ്റ് മൈനസ് ചെയ്യണം. ഇതാണ് കോളറാഷസ് ലോയുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കോളറാഷസ് ലോയ്ക്കകത്തുനിന്ന്. ഇതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നതിന്റെ സിമ്പിൾ ആൽഫ എന്ന് പറയും. അത് വളരെ സിമ്പിൾ ആണ്. ആൽഫ ഈസ് ഈക്വൽ ടു λm മൈനസ് λ0m. ഇത്രയുള്ള കാര്യം. അതായത് അസറ്റിക് ആസിഡിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വേണമെന്ന് കരുതുക. അസറ്റിക് ആസിഡിന്റെ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടൻസിന്റെ വാല്യൂ മെഷർ ചെയ്യുക. അതേ അസറ്റിക് ആസിഡിന്റെ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ള മോളാർ കണ്ടക്ടൻസിന്റെ വാല്യൂ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് അസറ്റിക് ആസിഡിന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഒക്കെ നമുക്ക് ഈ പറയുന്ന ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.